ക്ലായിക്കോട് മുച്ചിലോട്ട് വരച്ചുവെക്കൽ ചടങ്ങ് 27-ന്. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. 18 സംവത്സരങ്ങൾക്ക് ശേഷം ക്ലായിക്കോട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഫെബ്രുവരി 4 മുതൽ 7 വരെ പെരുങ്കളിയാട്ടം വിപുലമായ രീതിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനുവരി 27-ന് പെരുങ്കളിയാട്ടത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ വരച്ചുവെക്കൽ ചടങ്ങ് നടക്കും. രാവിലെ 9 മണിക്കും 9:45-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് വരച്ചുവെക്കൽ ചടങ്ങ്. അന്നേ ദിവസം വിവിധ മുച്ചിലോട്ടുകളിൽ നിന്നുള്ള ആചാരസ്ഥാനികർ ഉൾപ്പെടെ 10,000-ഓളം പേർ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും അന്നദാനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. വരച്ചുവെക്കൽ ദിനം മുതൽ പെരുങ്കളിയാട്ട സമാപനത്തിന്റെ തലേന്ന് വരെ വിവിധ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നുമുണ്ട്. നാടിന്റെ ചരിത്രവും ക്ഷേത്ര ആചാരങ്ങളും ചടങ്ങുകളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ സ്മരണിക 27-ന് പ്രശസ്ത എഴുത്തുകാരി ഡോക്ടർ ആർ രാജശ്രീ പ്രകാശനം ചെയ്യും. ബ്രോഷർ 25-ന് കാസർഗോഡ് അഡീഷണൽ ജില്ലാ ജഡ്ജി സുരേഷ് PM പ്രകാശനം ചെയ്യും. ഫെബ്രുവരി 4-ന് രാവിലെ കുട്ടമത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ദീപവും തിരിയും കൊണ്ടുവരുന്നതോടെ പെരുങ്കളിയാട്ടത്തിന് തുടക്കം കുറിക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ രത്നാകരൻ പെരിയാരത്ത്, AV സുധാകരൻ, KV പുരുഷോത്തമൻ മാസ്റ്റർ, NV രാമചന്ദ്രൻ, M അനൂപ്, NV ചന്ദ്രൻ, സുകുമാരൻ നാലുപുരപ്പാട്ട്, VE മോഹനൻ, NV പുരുഷോത്തമൻ, NV പ്രസാദ്, PV ശശി, രമേശൻ കളത്തേര, E രാഘവൻ, പ്രശാന്ത് കുമാർ, ശ്രീകല, സുമാചന്ദ്രൻ, PV സുമതി എന്നിവർ പങ്കെടുത്തു. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പിലിക്കോട് നിന്നും അജേഷ് കരക്കേരു. ശ്വാസം വലിച്ചുവിട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.